റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം. പുതുപൊന്നാനിയുടെ മുഖച്ഛായ മാറും. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമെന്ന് കെ.പി. നൌഷാദ് അലി. പൊന്നാനിക്ക് മഹിതമായ ചരിത്രമുണ്ട്, പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്, ദീർഘകാലത്തെ ഒരു വിനിമയങ്ങളുടെ അനുഭവ സമ്പത്തുണ്ട്. അത്തരത്തിലുള്ള ജനപഥങ്ങൾ വളരെ കുറവാണ് നമ്മളുടെ ഇടയിൽ. പക്ഷേ ഈ പൊന്നാനിയുടെ മുഖത്തേറ്റ കറുത്ത പാടായിട്ട് നമ്മുടെ തീരദേശത്തെ 1000-ലധികം ഓലക്കുടിലുകൾ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെയൊക്കെ ഗൗരവതരമായ ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. ഓല കൊണ്ടുള്ള ഭിത്തിയും ഓല കൊണ്ടുള്ള മേൽക്കൂരയും തറപ്പൂഴിയുമാണ്. ഇങ്ങനെ 350-400 സ്ക്വയർ ഫീറ്റ് ഇടത്താണ് 10-12 മനുഷ്യജന്മങ്ങൾ അവരങ്ങ് ജീവിച്ച് തീർക്കുന്നത്, ജീവിതം തള്ളി നീക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു ഓലപ്പുരയില്ലാത്ത പൊന്നാനി തീരദേശം സാധ്യമാക്കേണ്ടതുണ്ട്. അതിനൊരു പ്രത്യേക പാക്കേജും പദ്ധതിയും നമുക്ക് ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പൊന്നാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം 5 വർഷത്തിനുള്ളിൽ ഓലപ്പുരരഹിത പൊന്നാനി തീരദേശം എന്ന യത്നം സാധ്യമാക്കുമെന്ന ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അത് സ്വാഭാവികമായ നടപടിക്രമങ്ങൾ കൊണ്ട് സാധ്യമാകില്ല എന്ന് എനിക്കറിയാം. അതിനുവേണ്ടി പ്രത്യേക ഒരു പാക്കേജിന് നമുക്ക് രൂപം നൽകാം എന്ന് ഞാൻ കരുതുന്നു, വിശ്വസിക്കുന്നു. പൊന്നാനിയുടെ തീരദേശത്തിൻ്റെ പരാധീനതകളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ പൊന്നാനി തീരദേശത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെക്കുറിച്ച് അധികമാരും ചിന്തിച്ച് കാണുന്നില്ല എന്നുള്ളതൊരു ഖേദകരമായ വസ്തുതയാണ്. ഞാൻ പുതുപ്പൊന്നാനിയെ ഞാൻ ഒന്ന് പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പുതുപ്പൊന്നാനിയിൽ നിന്ന് നിങ്ങളൊന്ന് നേരെ കണ്ണുകൾ പായിച്ചാൽ കാണുക മാട്ടുമ്മൽ ബീച്ചാണ്, വെളിയങ്കോട് പഞ്ചായത്തിലുള്ള. ഈ മാട്ടുമ്മൽ ബീച്ചും പുതുപ്പൊന്നാനി ബീച്ചും മുനമ്പവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മാട്ടുമ്മൽ ബീച്ചിലെ താമസക്കാരുള്ളതും ഇല്ലാത്തതുമായ തുരുത്തുകളെയൊക്കെ നമുക്ക് ഏകോപിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായൊരു മാട്ടുമ്മൽ പുതുപ്പൊന്നാനി ടൂറിസം പദ്ധതിക്ക് നമുക്ക് രൂപം നൽകാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഫിഷ് ലാൻഡിംഗ് സെൻറ്ററും അതുപോലെ ചെറു ഹാർബറുകളും അതുപോലെ പിന്നെ വള്ളങ്ങൾക്ക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഇടുങ്ങിയ വഴിത്താരകളൊക്കെ വികസിപ്പിക്കലും കടൽ ഭിത്തി കെട്ടലും അതിൻ്റെ ജനങ്ങളെ സമ്പൂർണ്ണമായിട്ട് അതിനോട് കോർത്തിണക്കി അവരെ ആ തീരദേശവാസികളെ, ഈ മാട്ടുമ്മൽ പ്രദേശത്തെയും പുതുപ്പൊന്നാനി പ്രദേശത്തെയും തീരദേശവാസികളെ ഈ ടൂറിസം പ്രൊജക്റ്റുകളുടെ ആദ്യ ഗുണഭോക്താക്കളാക്കി അവരുടെ ജീവിതവും തൊഴിലും സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ വർഷം തോറും ഈ ഇടം സന്ദർശിക്കാൻ മാത്രമായിട്ട് പൊന്നാനിയിലെത്തുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിന്ന് അത് സാധ്യമാക്കേണ്ടതുണ്ട്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.